നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള CO മാർട്ടിനാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചു. ഫസ്റ്റ് മീറ്റിംഗിൽ പങ്കെടുത്തു. അദ്ദേഹത്തിനോട് നമുക്ക് ഈ നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ വാഹന ഗതാഗത ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള ഏത് കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ഈ പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിലേക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം നമുക്ക് ചോദിക്കാം. ഈ നമ്മുടെ 1-ാം വാർഡിൽ ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൃഷി മേഖലയാണ്, നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ കൃഷി മേഖലയാണ്. മാറി എന്തൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു ഇടപെടൽ? തീർച്ചയായിട്ടും കൃഷിക്കാർക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ തീർച്ചയായിട്ടും ഒരുക്കി കൊടുക്കണം. അതേപോലെ നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന പാറക്കടവ് പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സുന്ദരമായ ഗ്രാമം തന്നെയാണ് എൻ്റെ. അതേപോലെ അവിടെ കൃഷിക്കാർക്ക് ഏറ്റവും കൂടുതൽ കൃഷിക്കാരുള്ളത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എനിക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ എല്ലാവരും കൃഷിഭവനിൽ നിന്നായാലും വെള്ളം നിന്നായാലും എല്ലാം മേടിച്ച് തീർച്ചയായിട്ടും ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്യും. ഏത് സമയത്ത് എപ്പോഴും ഞങ്ങളുടെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ഗ്രാമത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രത്യേകതയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് രാജപാതയുടെ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ നിലപാടെന്ന നിലയിൽ ചില കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ട് വരും. മടിശ്ശേരി ഭാഗത്ത് വളരെയേറെ കയ്യേറ്റങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് ഏതാണ്ട് തേക്കാട് അങ്ങേ തലക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്തെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള ഇടപെടലില്ലെങ്കിൽ ഈ രാജപാതയുടെ നടത്തിപ്പ് മുന്നോട്ട് പോകാൻ സാധ്യത കുറവുണ്ടാവും. വാർഡ് മെമ്പറുടെ ഏത് രീതിയിലായിരിക്കും ഇടപെടുന്നത്? ഇപ്പം ഇത് രാജപാതയുടെ ഇത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ വീതിയില്ല കുറച്ച്. അപ്പം ഞങ്ങൾ പേഴ്സണലായിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേർ കൂടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഉള്ള സംഘടനകൾ മൂലം ഞങ്ങൾ കുറച്ച് വ്യക്തികളെ ചെന്ന് കണ്ടിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ സ്വമേധയാ കുറച്ച് സ്ഥലമൊക്കെ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീരെ കുറവുള്ള സ്ഥലത്ത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം സർവ്വ അടക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ വീതിയുണ്ട് അത്യാവശ്യം. ആ രീതിയിലാണ്. ഓക്കെ, നമുക്ക് കൂടുതൽ മെമ്പർമാരുണ്ട്. നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. നിങ്ങളുടെ മോശമായ പ്രവർത്തനമുണ്ടെങ്കിൽ ആ നേരത്തെ ഞങ്ങളുടെ ഗ്രാമങ്ങൾ നിങ്ങളുണ്ടാവും. വേറെ വൈരാഗ്യങ്ങളൊന്നും കാണണ്ട. നിങ്ങൾ നേർവഴിക്ക് നടത്തുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാത്തരം നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 2-ാം വാർഡിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ആദ്യമായി ഇറങ്ങുകയും ഒരു നല്ലൊരു വിജയം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ള അജയനാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നേക്കുന്നത്. അത് കഴിഞ്ഞ അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈ 50-50 നിന്നിട്ട് ടോസിലൂടെയാണ് കഴിഞ്ഞ തവണ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. പിന്നെ നല്ല ഒരു വർക്ക് നടത്തി 196 വോട്ടിൻ്റെ ലീഡാണ് എന്ന് തോന്നുന്നു. 98 വോട്ടിൻ്റെ ലീഡിൽ ഈ പഞ്ചായത്തിൻ്റെ 2-ാം വാർഡിൻ്റെ സാരഥിയെ ജയിച്ചു വന്നേക്കാണ്. അതായത് ഈ പഞ്ചായത്തിൻ്റെ 2-ാം വാർഡിലുള്ള കാര്യങ്ങളിൽ ഏതെല്ലാം രീതിയിൽ സഹകരിക്കും, എന്താണ് പുതിയ വർക്കുകൾ എന്തെങ്കിലും അല്ലെങ്കിൽ ആ ചെറിയ വഴിയുണ്ട് അത് ഏത് വാർഡിലാണെന്നുള്ളത് കൂടി കൺഫേം ആക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അത് വികസന പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കും സഹകരിക്കുക? ജനങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നാട്ടുകാരുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും അനുസരിച്ചാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ കുറച്ച് കാര്യങ്ങൾ ആ ചെറിയ 2-ാം വാർഡിലാണോ ചെറിയ ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മുൻഭരണ സമിതികളെല്ലാം വന്നെങ്കിലും അവിടുത്തെ ആളുകൾ ഈ റോട്ടിയുടെ വളരെ ഭയത്തോടുകൂടി തന്നെയാണ് ഈവനിങ് വാക്കിന് പോകുന്നത്. മേക്കാട്ട് നമ്മൾ അത്താണി വരെ നോക്കുകയാണെങ്കിൽ വെളുത്തിന് പോകുകയാണെങ്കിൽ അതിന് വേണ്ടി തന്നെ പോയി. അവിടെ മേക്കാട്ട് താഴ്ത്തേക്ക് നമ്മുടെ ഒരു കൊച്ചുവ്യക്തിയുടെ മകൻ പോലും വാഹനം പിടിച്ച് മരിച്ചത് ഒരു നടക്കാനുള്ളൊരു വഴി അല്ലെങ്കിൽ അത് മോർണിംഗ് വാക്കും ഈവനിങ് വാക്കിനുള്ള ഒരു സാഹചര്യം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടർ ഭരണങ്ങൾ വന്നാലും ഏത് ഭരണസമിതി മാറി വന്നാലും നടക്കാറില്ല. ഇത് ജനങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കാറുണ്ട്. എന്തുകൊണ്ട് ഈ ചെറിയുടെ ഭാഗത്ത് ഒരു ചുറ്റും ഒരു റോഡ് ചെയ്ത് ആളുകൾക്ക് നടക്കാനുള്ള സൗകര്യം അവർക്ക് ഭയമില്ലാത്ത രീതിയിൽ അതിനെ പറ്റി അത് ചെയ്യാനുള്ള എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? നമുക്കത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ടും നമുക്ക് കൂടുതൽ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് നമുക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫണ്ട് മുകളിൽ നിന്ന് എന്തായാലും ഒരു കാര്യം ഉറപ്പായി ആ ഫണ്ട് വിനിയോഗിക്കുന്നതിൻ്റെ കാര്യത്തെപ്പറ്റി വളരെ വ്യക്തമായ ഒരു അറിവുള്ള ആളെന്ന നിലയിൽ ഈ ഉത്തരം തമ്മിൽ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആളുകളിലേക്ക് കിടക്കാം. മനസ്സിലാക്കാനുള്ളത് പ്രത്യേകൻ ഇത് 2-ാം ടൈമിലേക്കാണ് ജയിച്ചു കയറി വന്നേക്കണേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമതൊന്നും കൂടി പറയാണ്. നമ്മൾ ചെറുപ്പക്കാരെ മാത്രം അണിനിരത്തിയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാലേ ജയിക്കുള്ളൂ എന്നുള്ള ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രായം ഒന്നുമല്ല എന്നുള്ള ജയിച്ചുകൊണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ ഒരു പ്രവർത്തന മികവിൻ്റെ ഒരു അംഗീകാരം കൂടി.
ആ വാർഡിലുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും എങ്ങനെ കാണും? ആ വാർഡിൽ 3-ാം വാർഡിൽ ഞാൻ 2010 മുതൽ 15 വരെ മെമ്പറായിരുന്നു. എന്നാൽ അവിടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. റോഡുകളായാലും ഇറിഗേഷനുകളായാലും പെൻഷനായാലും വെള്ളമായാലും വെളിച്ചമായാലും എല്ലാ രംഗത്തും ആവശ്യമുള്ളിടത്തോളം റോഡുകൾ ഇതെല്ലാം വികസിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ പ്രവർത്തനത്തിൻ്റെ മികവായിരുന്നു ഈ 2020 എൻ്റെ വിജയം. ഗ്രാമപഞ്ചായത്തിലേക്ക് ഈ പ്രാവശ്യം 3-ാം വാർഡിൽ തന്നെ ആ വാർഡ് വിഭജനമൊന്നുമില്ലാതെ ആ വാർഡിൽ തന്നെ നിന്ന് വിജയിക്കുവാനുള്ള ഒരു ഭാഗ്യമാണ് എനിക്ക് ലഭിച്ചത്. ഇതിനകത്ത് എനിക്ക് ചൂണ്ടി പറയാനുള്ള ഏക കാര്യം നമ്മുടെ ആലങ്ങക്കടവ് പാലം മാത്രം അന്ന് MLA പണി തീർത്തു എങ്കിലും അത് പണി പൂർത്തീകരിക്കാത്തതിൻ്റെ ഒരു പ്രയാസത്തിലാണ് ഞാൻ. ആ പാലം എങ്ങനെയാണെങ്കിലും എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ MLA വഴി സ്വീകരിക്കുന്നതായിരിക്കും. അതിനുശേഷം ഞാനൊരു കർഷകനാണ്. ആ കർഷകൻ എന്നുള്ള നിലയിൽ കൃഷി മേഖലയിൽ കൂടുതൽ ഊന്നൽ നൽകി പ്രവർത്തിക്കാൻ മുൻകൈയെടുക്കുന്നതായിരിക്കും. 3-ാം വാർഡിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ ഊർജ്ജസ്വലത്തിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ അവസരത്തിനോട് ഒരുക്കിയ നിങ്ങളുടെ ചാനലിന് പ്രത്യേകം നന്ദിയും കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. ഇനി പ്രവർത്തിച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ചാനലും കൂടി സംഭാഷണം നടത്താനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിൻ്റെ 4-ാം വാർഡിനൊരു പ്രത്യേകത ഉള്ളത് നമുക്കറിയാൻ കഴിഞ്ഞത് തന്നെ കാലങ്ങളായിട്ട് അത് ഇടതുപക്ഷമാണ് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സീറ്റിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ 4-ാം വാർഡിലെ സ്ഥാനാർത്ഥികൾ എത്തിയേക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പലരും തോക്കും ജയിക്കും ഒക്കെ ഉണ്ടാവും. പക്ഷെ കാലങ്ങളായിട്ട് വരുന്ന സ്ഥലം പിടിച്ചെടുക്കുന്ന ഒരു ആത്മവീര്യത്തോടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾ ഈ നമ്മുടെ ആ വാർഡിൽ ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും മനസ്സിലാലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വരും സമയങ്ങളിൽ എങ്ങനെയായിരിക്കും? ഞാൻ ആദ്യമായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക്. അപ്പോൾ എനിക്ക് ആകെ ഒരു പരിചയം എന്നുള്ളത് എൻ്റെ ഭർത്താവും പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് പരിചയമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഭാവി കാര്യങ്ങൾ സത്യസമ്പത്തുള്ള ഇവരെല്ലാവരുടെയും കൂടെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണെങ്കിലും എന്ത് കാര്യത്തിലും ജനങ്ങളുടെ കൂടെ ഫുൾ ഉണ്ടാവുമെന്നുള്ള വാക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ. നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ 5-ാം വാർഡിൽ നിന്നും ജയിച്ചു എന്നൊക്കെയാണ്. 5-ാം വാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 5-ാം വാർഡിൽ നിന്നും ജയിച്ചു വന്ന സോമശേഖരൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സ്ഥലത്തുള്ള പ്രവർത്തന മേഖലകളിൽ നിന്നും ഉള്ള ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയതായിട്ട് നമ്മുടെ മെമ്പർ വന്നേക്കണേ. അപ്പോൾ വരും സമയങ്ങളിൽ ഏതെല്ലാം രീതിയിലായിരിക്കും ആ പാത പിന്തുടർന്നുകൊണ്ട് അതിനേതെല്ലാം രീതിയിൽ ശക്തമായി പ്രവർത്തന രംഗത്തുണ്ടാവും? ആദ്യമേ ഞാൻ പറയട്ടെ, ഞാനൊരു ആശാവർക്കറാണ്. ആ സ്ഥിതിക്ക് എനിക്ക് ആളുകളുടെ ഇടയിൽ ഇറങ്ങി നിന്നുമല്ല അവരുടെ സപ്പോർട്ട് ശരിക്കും നല്ല സപ്പോർട്ട് കിട്ടും. അതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം, വെളിച്ചം അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ആളുകൾക്കും എൻ്റെ പ്രവർത്തന മേഖലയിൽ വരുന്ന ആളുകൾക്കും എല്ലാം നല്ല വിശ്വാസമുണ്ട്. അവരുടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. അതിനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനം നമ്മൾ മറ്റുള്ളവർ കാണാത്തത് എന്തെങ്കിലും ഉണ്ട്, അത് ചെയ്യണമെന്ന് നോക്കുകയാണെന്ന് പറയണോ? മറ്റുള്ളവർ കാണാത്തതെന്ന് പറയാനൊന്നുമില്ല. നമുക്കെല്ലാം അറിയാം, നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് സോമശേഖരൻ വളരെ നല്ല രീതിയിൽ നമ്മുടെ വാർഡിൻ്റെ പ്രവർത്തനം നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് കൂടുതലായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത്ര നല്ല പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിലേക്ക്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു ചിറയുണ്ട് അവിടെ. ആ ചിറയിൽ കുറേ ചെളിയുണ്ട്. ആ ചെളിയെ കോരി കളഞ്ഞ് വെള്ളത്തിന് ഒന്നുകൂടി സുഗമമാക്കണം എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും സഹായത്തോടുകൂടി അതൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ 6-ാം വാർഡിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഈ സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്തിൽ ചില ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ആളുകളുടെ ഭൂരിപക്ഷം നോക്കിയിട്ടല്ല ആൾ വിജയിക്കണമെങ്കിലും ഒരു നാട് മൊത്തം ഒരാളുടെ കൂടെ കൂടണമെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 400 ഭൂരിപക്ഷമാണെന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. 431 അതൊരു വലിയ ഭൂരിപക്ഷം തന്നെയാണ്. ആ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം കരസ്ഥമാക്കി വന്നേക്കണ ആളും അതോടൊപ്പം തന്നെ ആ വാർഡിൽ ഇതിനു മുന്നും കോൺഗ്രസിൻ്റെ ആളുകളാണ് ജയിച്ചു വന്നിട്ടുള്ളത്.
കഴിഞ്ഞ ടൈം ജയിച്ചത് സവർണാണ് എന്നാണ് പറയാൻ കഴിഞ്ഞത്. എന്തായാലും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലും മറ്റുള്ള ഏത് കാര്യത്തിലും ഇടപെടാനുള്ള ഒരു മാനസിക ചങ്കുറ്റത്തോടുകൂടി ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങളിലും ഇവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതുകൊണ്ട് മറ്റുള്ളവരെ കുറഞ്ഞോ എന്നുള്ള രീതി കാണാതെ അവരെങ്കിലും കൂട്ടി പിടിച്ച് മുന്നോട്ട് പോകില്ലേ? ഒരിക്കലുമില്ല. ഭൂരിപക്ഷം കൂടിയാൽ അഹങ്കാരിക്കില്ല. എല്ലാവരുടെ ഒപ്പം നിന്ന് തന്നെ ഞാൻ പോകുള്ളൂ. 2002 ഇവിടെ പഞ്ചായത്തിലുണ്ട്. സാക്ഷരതാ കാര്യങ്ങളുമായിട്ട് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ആളാണ്. പിന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാർഡിലുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെ എനിക്ക് തന്നിട്ടുണ്ട്. അത് വളരെ സന്തോഷമുണ്ട്. ഇതിന് മുന്നേ അവിടെ ശബരിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമായിരുന്നു. നല്ല വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഇനിയും അവിടെ കുറച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ കഴിവുപയോഗിച്ച് എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി മാക്സിമം നടത്തണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു. പഞ്ചായത്തിൻ്റെ 7ാം വാർഡിൽ നിന്നും നല്ലൊരു വിജയം കരസ്ഥമാക്കിയിട്ട് എത്തിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഇതിനു മുമ്പ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ച സ്ഥലമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നല്ലൊരു തെരഞ്ഞെടുപ്പ് അംഗം കഴിഞ്ഞ് തന്നെ ആളുകളുടെ കൂട്ടുത്തരവാദിത്തമുള്ള പ്രവർത്തനം അതോടുകൂടി തന്നെ ജയിച്ചു വന്നിരിക്കുന്നത്. നമുക്ക് മെമ്പറോട് തന്നെ അവിടുത്തെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എന്തോ പറയാനുണ്ടോ, അല്ലെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അതോടൊപ്പം തന്നെ ഈ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്ന ആ ഒരു ഇതെന്താണ് വികസന പ്രവർത്തനം ഏത് രീതിയിലാണ് കാണുന്നത്? ജനങ്ങളോടൊപ്പം നിന്ന് എന്ത് കാര്യവും ആലോചിച്ച് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് മാത്രമൊരു ഉറപ്പ് എനിക്കിപ്പോഴുള്ളൂ. ഇപ്പം എൻ്റെ വാർഡിലൊരു അംഗൻവാടി ഇല്ല വർഷങ്ങളായിട്ട്. അത് ഒരെണ്ണം വേണമെന്നൊരു ആഗ്രഹവും കൂടിയുണ്ട്. ഏതായാലും ഏറ്റവും നല്ലൊരു ആഗ്രഹം ഒന്നും പറയില്ലാതെങ്കിലും എനിക്ക് തോന്നുന്ന ഇതിനെ റെഫർ ചെയ്ത് വന്നതാണെന്ന നിലയിൽ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഒരു അംഗനവാടി എൻ്റെ വാർഡിലില്ല എന്ന്. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടി ഇല്ലാത്തത് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളുടെ വാർഡിൽ മാത്രമാണോ? 6ാം വാർഡിലില്ല. അപ്പം ഈ ഭരണസമിതി രാഷ്ട്രീയ ഭേദമന്യേ അംഗനവാടിയാണ് നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഏറ്റവും ലാസ്റ്റ് പോയിന്റ്. സാധാരണ ജനങ്ങൾക്ക്, വയസ്സായ ആളുകൾക്ക് അവർക്ക് വേണ്ട ഫുഡ് അല്ലെങ്കിൽ അവർക്ക് രോഗമുണ്ടെങ്കിൽ അവരുടെ ഏത് കാര്യത്തിലും ഒരു അംഗനവാടിയാണ് അവരുടെ ഏകാശ്രയം. അത് കഴിഞ്ഞിട്ടേ പഞ്ചായത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ വാർഡ് മെമ്പറുടെ ഈ ആഗ്രഹം തന്നെ സഫലമാവട്ടെ എന്ന് കൂടി പറയുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാവാൻ വഴിയുണ്ട് എന്തെങ്കിലും? ഇപ്പം എനിക്കൊന്നും അറിയില്ല. എല്ലാം ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട എന്ത് ആവശ്യത്തിനും കൂടെ ഉണ്ടാവുമെന്ന് മാത്രമേ പറയൂ. ഓക്കെ, താങ്ക് യു. നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ 8ാം വാർഡിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള എ വി സുനിലാണ്. എ വി സുനിൽ എന്ന് പറയുമ്പോൾ ലേഡീസായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ പ്രവർത്തന മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആളുകളായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് പൊതുവിൽ പോകുന്നില്ല എന്നല്ല പറഞ്ഞത്. ഇവിടെ എ വി സുനിലോ അല്ലെങ്കിൽ മറ്റേ റീസിയേട്ടനോ അങ്ങനെയൊക്കെയുള്ള ആളുകളെ പറയുമ്പോൾ ഒന്നുകൂടി 2 വാക്ക് പറയാതെ പറ്റില്ല. ഒരു പ്രദേശത്തിൻ്റെ ഒരു വാർഡിൻ്റെ ആളായിട്ടല്ല എ വി സുനിലിനെ കാണണേ. ഈ നമ്മുടെ നെടുമ്പാശ്ശേരി അല്ലെങ്കിൽ അത്താണി, കുറുമശ്ശേരി, പൊക്കാടിശ്ശേരിയൊക്കെ ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ മേഖലയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ വാർഡിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ട് വരുമ്പോൾ ആ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും സുനിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയേക്കാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വരാൻ പോകുന്ന സഹപ്രവർത്തകരെ രാഷ്ട്രീയ ഭേദമന്യേ കൂട്ടുപിടിച്ച് ഈ പഞ്ചായത്തിൻ്റെ നല്ല ഭരണം, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇപ്പോൾ തീരുമാനമായിട്ടില്ല, ഏത് പാർട്ടി ആയിക്കോട്ടെ, അതിലൊക്കെ നിർണായകം പങ്കുവയ്ക്കാൻ കഴിവുള്ള വ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമ സുനിൽ കേന്ദ്രീകരിക്കുന്നതായിരിക്കും നമ്മുടെ സഹപ്രവർത്തകരോടും അതോടൊപ്പം തന്നെ സർവോപരി പാടിയുള്ള പ്രവർത്തനം. നമ്മുടെ പഞ്ചായത്ത് രാജ്യത്തും ലോകത്തും അറിയപ്പെടുന്ന ഒരു പഞ്ചായത്തായി എയർപോർട്ടിൻ്റെ നിറവോടി മാറിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ വികസനം രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അപ്പുറത്തും നിർവഹിക്കാൻ പുതിയ ഭരണസമിതിക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡ് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾ പിന്നിൽ പാർക്കുന്ന ഒരു വാർഡാണ്. 3 പട്ടികജാതി കോളനിയാണ് ആ വാർഡിനകത്ത് ഉള്ളത്. അതുപോലെ തന്നെ റെയിൽവേ, അതുപോലെ തന്നെ ശബരിപാത, കനാല് തുടങ്ങിയുള്ള പശ്ചാത്തല സൗകര്യങ്ങളുടെ വികാസത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വാർഡ് കൂടിയാണ് എൻ്റെ വാർഡ്. തരിശു കിടക്കുന്ന പാടശേഖരങ്ങൾ ഒരുപാടുള്ള വാർഡാണ് എൻ്റെ വാർഡ്. ആ നിലയിൽ സാധാരണക്കാരൻ്റെ പാവപ്പെട്ടതിൻ്റെ വികസനം, പുരോഗതി ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുപോലെ തന്നെ ജാതിക്കും മതത്തിനും അതീതമായി മതനിരപക്ഷം കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും ഭാവിയിൽ ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഈ ഭരണസമിതി നേതൃത്വം കൊടുക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ സന്തോഷം. പരിസ്ഥിതിയുടെ കാര്യം പറഞ്ഞില്ല. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് ഒന്നടങ്കം
ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. പണ്ട് ഈ പഞ്ചായത്തിൽ നിന്ന് വേസ്റ്റ് എടുക്കാനായിട്ട് വാഹനങ്ങൾ വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇന്നലെ തന്നെ റോട്ടിൽ വേസ്റ്റ് ഇട്ട് അതിലൊരു ബൈക്ക് തെന്നി വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. അത് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ മൊബൈൽ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുക്കാനുള്ളത്. അപ്പോൾ വേസ്റ്റ് ആളുകൾ റോട്ടിൽ വലിച്ചെറിയുക. അപ്പോൾ പഞ്ചായത്ത് അത് ഏത് രീതിയിലാണ് എടുക്കണേ എന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാവരും ഒരു ഭരണസമിതി വന്നിട്ട് തീരുമാനിക്കപ്പെടേണ്ടതാണ്. എനി സുനിലിൻ്റെ ഭാഗത്ത് അത്രയും നല്ലൊരു തീരുമാനം പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. വരും സമയങ്ങളിൽ താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. താങ്ക് യു. നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ 10ാം വാർഡ് 9ാം വാർഡ് മെമ്പറായിട്ട് ജയിച്ചിട്ടുള്ള അബിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ അബി മെമ്പറാവുന്നതിനൊക്കെ മുന്നേ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു അല്ലേ? അപ്പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ആനി കുഞ്ഞുമോൻ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയും ആ പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരം കൂടി അവർക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടി ജനം കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒരു ഭരണസമിതി കാലയളവിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ നല്ല കുറച്ച് കാര്യങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളോട് ഇടപെടുകയോ ചെയ്തു കഴിയുമ്പോൾ അവരുടെ ഒരു അംഗീകാരം നമുക്ക് കിട്ടും. അങ്ങനെയാണ് ആ അംഗീകാരത്തിൻ്റെ പുറത്ത് ആനി കുഞ്ഞുമോൻ ഇപ്പോൾ ബ്ലോക്കിലേക്കാണ് ജയിച്ചത്. എന്തായാലും അവരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ അക്കം കൂടുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന അബി എന്താണ് അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അതോടൊപ്പം തന്നെ ഏത് രീതിയിലായിരിക്കും ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും ഇവർ സഹപ്രവർത്തകരും അതോടൊപ്പം സർവോപരി നമ്മുടെ മണ്ഡലത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പറ്റും? അതുപോലെ എൻ്റെ വിജയിച്ച എൻ്റെ കൊടുക്കുന്ന 9ാം വാർഡിലെ നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല അറിയാണ്. അവിടെ കഴിഞ്ഞ 25 വർഷമായി ഞങ്ങൾ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചാണ് അവിടെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയപ്പോൾ ഈ പഞ്ചായത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ മാലിന്യ സംസ്കരണം വേണം. ഇത് മാത്രമാണ് എൻ്റെ മനസ്സിലായിട്ടുള്ള ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഞാൻ അന്ന് തന്നെ പറഞ്ഞു, കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കയറി കണ്ടു കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു 5 ഏക്കർ പാടം കാശ് ലാഭിച്ചിട്ടല്ലാതെ തന്നെ ഞങ്ങളൊരു 14 ആളും കൂടി പൊയ്ക്കാഴ്ശ്ശേരി പാടത്ത് ഞങ്ങളത് അവിടെ നടത്തി. അപ്പോൾ ഈ ഭരണസമിതിയോട് പുതിയതായി വരുന്ന ഭരണസമിതി കർഷകരോടുള്ള ഒരു ബാധ്യത ഉണ്ടെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കാണുന്ന അനുഭവം കൊണ്ട് പറയുന്നതാണ്. നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കണ്ടമാനം പൈസ ഈ സർക്കാർ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ സാരഥ്യം വഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ കർഷകർക്ക് അത് കൊയ്തെടുക്കാനുള്ള മിഷ്യൻ ഇവിടെ 1 or 2 ഉണ്ടെങ്കിൽ ഇവിടുത്തെ കർഷകർ ഇനിയും തരിച്ചുകൂടി കൃഷി ചെയ്യാൻ വരുന്നത് 100% ഉറപ്പാണ്. കഴിഞ്ഞ തവണ 40,000 രൂപയാണ് ഞങ്ങളവിടെ ഈ ഇത് കൊടുത്തത്. 5,000 രൂപ ഞങ്ങളേക്ക് വണ്ടിക്കാശ് മാത്രം എടുത്തു. അപ്പോൾ കർഷകരുടെ ആവശ്യത്തിലേക്ക് ഇദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാര്യം വളരെ നല്ലതാണ്. ആ ഒരു ഉദ്യമത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എൻ്റെ ഈ ആശയം കൂടി വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 10ാം വാർഡിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള ഏറ്റവും മുതിർന്ന നേതാവ്, ഏറ്റവും പ്രായം കൂടിയ ആളെന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയാണെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ ആളായിരിക്കും ആ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഒരു 19 മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കാനുള്ള ആ ഒരു ഭാഗ്യം അതെല്ലാവർക്കും മെമ്പറായി കിട്ടണമെന്നില്ല. അപ്പം ആ രീതിയിലുള്ള ഒരു ഭാഗ്യം കൂടി ശ്രദ്ധിക്കുകയും ഏറ്റവും ആദ്യത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനും കൂടിയായിരുന്ന സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം, വികസന പ്രവർത്തനങ്ങളോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു. പഞ്ചായത്തിൽ പ്രവർത്തനങ്ങളായിട്ട് കിടക്കുന്ന അത് നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അവിടെ കുടിവെള്ളത്തിൽ ക്ഷാമപ്പെടുകയില്ല എന്നാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്കവിടെ ഒരു ഇന്ന് ഈ രാജ്യത്ത് ചോറും പ്രശ്നമില്ലാത്ത കുട്ടികൾ വളരെ കുറവാണ്. അവർക്ക് ആശുപത്രി ഒരു പ്രശ്നം നടത്താനുള്ള സാധ്യത ചെയ്യണമെന്നാണ് രണ്ടാമത്. ലൈറ്റുകളുടെ കുറവുണ്ട്, ഇതിൻ്റെ പരിഹരിക്കും. ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നാട്ടുകാരുടെ വിളിച്ചുകൊണ്ട് രാഷ്ട്രീയം നോക്കാം. ഏതായാലും നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം അംഗങ്ങളും നല്ല ഒരു വിഷനുള്ള ആളുകളാണ്. ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. സാധാരണ പുതിയ മെമ്പർമാരെന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കുകയോ പിന്നെ കാണാമെന്ന് പറഞ്ഞു പോയി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം തന്നെ കണ്ടില്ലേ, പ്രായത്തിനനുസരിച്ച് തന്നെ വയസ്സായ ആളുകൾക്ക് അവരുടെ
മരുന്ന്, പ്രഷർ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഭരണസമിതി തികച്ചും സാറിൻ്റെ ആ ഒരു ഇത് എല്ലാ വാർഡിലേക്കും അവർക്ക് വേണ്ട എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഷുഗർ അങ്ങനെയുള്ള അതിനൊക്കെ വല്ല കേന്ദ്രങ്ങൾ എവിടെയെങ്കിലും വായനശാലകൾ ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അംഗനവാടികൾ ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ 3-4 വാർഡുകൾക്ക് ഒരു സ്ഥലം എന്ന രീതിയിൽ പോയി കഴിച്ച് ഒരു വായനശാലയുണ്ട് അങ്ങനെയുള്ളവർക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തൻ്റെ നല്ല നിർദ്ദേശം ഇത് നടപ്പാക്കാൻ ഈ കൂട്ടുത്തരവാദിത്തത്തോട് നടപ്പാക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഏറ്റവും വിലപ്പെട്ട സ്ഥലം വാർഡ് മെമ്പറുടെ അടുത്തിരിക്കണ എയർപോർട്ട്, അത്രയും വിലയുള്ള ഒരു സ്ഥലം നെടുമ്പാശ്ശേരി പഞ്ചായത്തിലില്ല. അപ്പം നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിനെ എ ഗ്രേഡ് പഞ്ചായത്താക്കാനും ഏറ്റവും വലിയ സാമ്പത്തികമായിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്ന കേരളത്തിലെ നല്ലൊരു പഞ്ചായത്തായി മാറാനുള്ള ഏക കാര്യം ഈ എയർപോർട്ടാണ്. ആ എയർപോർട്ടിൻ്റെ വരുമാനം ഈ പഞ്ചായത്തിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വരുന്ന ആളുകളിലും കിട്ടും. എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ? അവിടെ 6 സെൻറ്റ് കോളനി ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഡ്രൈനേജിൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ എന്തോ ഒരു പോരായ്മ ഞങ്ങളുടെ അടുത്ത് ഇതിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. പലതും ഇടിഞ്ഞ് ഇറങ്ങി പോയേക്കാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് നിർമ്മാക്കിയുള്ള വൃദ്ധസദനം ഇതിൽപ്പെട്ടാണോ ആ വാർഡിലാണോ അല്ല. അപ്പം പല കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മെമ്പർ ഇതെല്ലാം ഏത് രീതിയിലാണ് ഇത് നമ്മുടെ കാലങ്ങളായിട്ട് നമ്മളുടെ ഇതിൻ്റെ ഉപയോഗമാണ് ഉണ്ടാവാറുള്ളത്. 2010 എന്നൊരു മാറ്റം ഉണ്ടായി. എന്നിരുന്നാലും കഴിഞ്ഞ ഭരണസമിതിയിൽ ഒത്തിരി നമ്മളവിടെ നടത്തിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും നമ്മുടെ എയർപോർട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ട് വാർഡാണെങ്കിലും ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് എൻ്റെ. അവിടെ എനിക്ക് 320 കുടുംബങ്ങളുണ്ട്. അതിന് 160 കുടുംബവും എസ്.സി വിഭാഗക്കാരാണ്. 6 സെൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ എയർപോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ പോരായ്മകളുണ്ട്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ ഈ പാവപ്പെട്ടവരുടെ സ്ഥലം മണ്ണൊലിപ്പ്, നമ്മുടെ പേരിൽ മഴവെള്ളമൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഒഴിച്ചു പോയി. അപ്പോൾ കുറച്ച് പേരുടെ കൂടി ഈ സൈഡുകൾ കെട്ടാനുണ്ട്. അതേപോലെ തന്നെ വീടുകൾ കിട്ടാനും കുറച്ച് പേരുണ്ട്. ഒരു താമസം ഒരു അടച്ചുറപ്പുള്ളൊരു വീടെന്ന് പറയുന്നത് ഒരു പാവപ്പെട്ടവൻ്റെ സ്വപ്നമാണ്. അപ്പോൾ അതിനൊക്കെ എടുക്കും. അതേപോലെ തന്നെ അവിടെ ഏറ്റവും ആവശ്യം ഇപ്പോൾ ഞാൻ ജനങ്ങളായിട്ട് സംസാരിച്ചതിനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു ശ്മശാനം ഇല്ല. എയർപോർട്ടിൻ്റെ സൈഡിലൊരു ശ്മശാനത്തിനൊരു സ്ഥലം കണ്ടെത്തി തന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. എന്ന് വെച്ചാൽ പലവിധ സാങ്കേതിക കാരണങ്ങളായി ചില പുക അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇലക്ട്രിക് ശ്മശാനം ആക്കണം എന്നുള്ളൊരു അത് കൂട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ നടപടി എടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അത് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ 6300 രൂപ പ്ലസ് ആംബുലൻസ് വാടക കൊടുത്താണ് ഇപ്പോൾ ഒരാളവിടെ മരണപ്പെട്ടാൽ കപ്രശ്ശേരി അതേപോലെ ശ്രീമൂലം പഞ്ചായത്ത് ഇതൊക്കെ കൊണ്ടുപോയി അത് സാധാരണക്കാരിപ്പോൾ പാവപ്പെട്ടവർ മരിക്കാൻ മതി ഞങ്ങളെല്ലാവരും കൂടി പിന്തുടക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന ചില സമയങ്ങളിൽ. അപ്പോൾ അത് ഒരു കോമഡി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അധികാരികളുമായി ബന്ധപ്പെട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഇടിച്ചക്കയും വലിയതാണ് എന്ന് പറഞ്ഞ പോലെ എന്താ ഒരു പങ്കുവെച്ചൊരു കാര്യം ഇവിടെ ആർക്കും ചെയ്യാൻ മനസ്സിലെത്തിക്കാത്തൊരു കാര്യമാണ്. ഇവിടെ അപ്രശ്ശേരി അതുപോലെ തന്നെ യൂസ് കോളേജിലും 3 ശ്മശാനങ്ങളാണ്. ഒന്ന് കാഞ്ഞൂർ പഞ്ചായത്തിലാണ് പറഞ്ഞുള്ളത്. 2 മരണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെപ്രാളത്തിലാവാണ് ആളുകൾ. എന്നുവെച്ചാൽ വീട്ടിൽ സ്ഥലമില്ല. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ ഇതിൻ്റെ ഈ പറയുന്ന 6 സെൻറ്റ് കോളനി അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലത്ത് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇത്രയും അഡ്വാൻസ് ചെയ്ത് ചിന്തിച്ച ചേച്ചിക്ക് ഈ വാർഡ് മെമ്പർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞങ്ങളുടെ ചാനലിൻ്റെ പേരിൽ. അതോടൊപ്പം തന്നെ ഒരാളെ മാത്രമായിട്ട് അഭിനന്ദിച്ചു എന്നുള്ളത് നമുക്ക് ആർക്കും വരണ്ട. എല്ലാവരും കഴിവുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഭരണസമിതി ഏറ്റവും എനിക്ക് തോന്നുന്നത് ആ ഒരു കാര്യത്തിൽ തന്നെയാണ് ഇടപെടേണ്ടത്. ഒരു തവണ മലവെള്ളം കയറി വന്നു കഴിഞ്ഞപ്പോൾ കപ്രശ്ശേരി ശ്മശാനം നിർത്തിവെച്ചു. ഈ സമീപ പ്രദേശത്തുള്ള ആളുകളെല്ലാം കഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ ഒരു മുതിർന്ന മുഖമായി മാറാൻ അല്ലെങ്കിൽ അത് ജനങ്ങളുടെ ഒരു ആവശ്യമായി 6500 രൂപയൊക്കെ എന്ന് വെച്ചാൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് മേടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വരാനുള്ളൊരു അവസരം ആഗ്രഹം പോലെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 12ാം വാർഡിൽ നിന്നും ജയിച്ചു വന്ന തോമസേനാണ് നമ്മുടെ അടുത്ത്. അത് ഏതാണ്ട് നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ ഏറ്റവും ക്ലാസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നത്. കരിയാട്
അതിൻ്റെ ബാക്ക് വശമൊക്കെ ആയിട്ടുള്ള സിംഹാസനപ്പള്ളി ഏരിയയൊക്കെ ഇപ്പോഴും പറമ്പിലേക്ക്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നത്? ഈ തവണ കഴിഞ്ഞ 2 ടീമിൽ ഭരണകക്ഷിക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യം നിലനിന്നിരുന്നതാണ്. ഇതാണ് നമ്മളത് ജനങ്ങൾ വോട്ട് ചെയ്ത് തന്നെ അവിടെ മെയിനായിട്ട് കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കണ്ടംകുളം ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി അത് പൂർത്തീകരിക്കാൻ ഒതുക്കി വെച്ചിട്ടത് പൂർത്തിയായിട്ടില്ല. പിന്നെ വയസ്സായ ആളുകളെ ഇന്ന് വൈകുന്നേരം അവർക്ക് പകൽ സമയങ്ങളിൽ ഒരു പകൽ വീടുന്നുള്ള അവർക്ക് നേരം മുതലേക്കായിട്ട് പകൽ വീടുന്നുള്ള ഒരു പദ്ധതി ആലോചിക്കുന്നത്. പിന്നെ പച്ചക്കറി കൃഷി നട്ടുപാവ് ആ ഒരു കൃഷി തന്നെയാണ് കൂടുതലായിട്ട് നോക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഒത്തൊരുമയോടുകൂടി രാഷ്ട്രീയം നോക്കാണ്ട് ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം ഒന്നിച്ച് മുന്നോട്ട് പോട്ടെ. ഭരണസമിതിയുണ്ടാവും, പ്രതിപക്ഷം ഉണ്ടാവും. കഴിഞ്ഞ ഭരണസമിതി പ്രതിപക്ഷം അതിന് മുന്നിരുന്നതും വളരെ കെട്ടുറപ്പോട് കൂടി തന്നെയാണ് പോകണം. ഇപ്പോൾ പഴയ കാലങ്ങളൊക്കെ വിട്ട് ജനങ്ങൾ നല്ല വിദ്യാഭ്യാസവും വിവരവും അറിവുമുള്ള ആളുകളുണ്ട്. അവർ നിങ്ങളെ ആ രീതിയിലേക്ക് നയിക്കാനുള്ള തയ്യാറെടുപ്പിലൂടെ ഇരിക്കണം. അപ്പം നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള കാര്യമുണ്ടാവുമെന്ന് ആശംസിക്കുന്നു. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പല തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. പല സ്വതന്ത്രന്മാരും ഇവിടെ ജയിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ആർക്ക് എന്നുള്ള ഒരു പ്രത്യേകത ഈ വാർഡിൽ, ഈ നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ മാത്രമല്ല എറണാകുളം ജില്ലയിലുള്ള ആളുകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അറിവുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ബിസിനസ്സുകാർ, ഇവിടുത്തെ കർഷകർ, അവരുടെ മുഴുവൻ ആളുകളും ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു എന്നുള്ള PV കുഞ്ഞ് നിങ്ങളിലാണ് ഇതിൻ്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചത്. ഇതൊരു രാഷ്ട്രീയമാണ്. ഏത് പഞ്ചായത്തായാലും ഏത് ഭരണസമിതി ആയാലും അതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ജനങ്ങൾ നോക്കുന്നത്. അങ്ങനെ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 9 സീറ്റ് LDFും 9 സീറ്റ് UDFും കരസ്ഥമാക്കിയപ്പോൾ ഇവരെല്ലാം ഒത്തുവെച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു വാർഡിൽ ജയിച്ചു വരണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ആളുകൾ, പ്രവർത്തന മേഖലയിലുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷെ ഒരു സ്വതന്ത്രം ജയിച്ചു വന്നെങ്കിൽ ആ നാട്ടിലുള്ള ജനങ്ങളുടെ അവരുടെ ആഗ്രഹങ്ങൾ അത് ഇന്നയാൾ ജയിച്ചാൽ മാത്രമേ വരുള്ളൂ എന്നുള്ള ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ രീതിയിൽ ശക്തമായ മത്സരത്തിൽ നിന്നുകൊണ്ട് ജയിക്കുകയും അതൊരു മഹാഭാഗ്യമായി വരികയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ അഭിപ്രായം ഈ 19-ാം വാർഡിൻ്റെ 19ാമത്തെ സ്വതന്ത്രമായിട്ടുള്ളത്. ഞാൻ 13-ാം വാർഡിൽ നിന്നുള്ള മെമ്പറാണ്. അവിടുത്തെ ജനങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം അത് പൂർണ്ണമായിട്ടും ഒരു തികച്ചും സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ തന്നെ ആ വാർഡിലെ ജനങ്ങളെ, വിവിധ കക്ഷികൾപ്പെട്ട ആളുകളുണ്ട്, അവിടുത്തെ മുൻ മെമ്പർമാരുണ്ട്, എല്ലാവരുടെയും സാമൂഹിക പ്രവർത്തകരുണ്ട്, എല്ലാവരുടെയും സഹകരണം തേടിക്കൊണ്ട് ആ വാർഡിന് വേണ്ടിയിട്ട് നിശ്ചയമായും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കും എന്ന് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാൻ. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു കാര്യം നമുക്ക് നേരെ നമ്മൾ അറിഞ്ഞു കിടക്കുന്ന കാര്യമാണ്. ഏതായാലും ഭരണസാരഥ്യത്തിൻ്റെ ആ രഥം വേണമെങ്കിൽ ഓടിക്കാനുള്ള ഒരു സാഹചര്യം താങ്കൾക്കുണ്ട്. വേണോ വേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടത് മെമ്പറാണ്. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്താണ്? എന്തായാലും തികച്ചും ഇപ്പോൾ നെടുമ്പാശ്ശേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഒരു സുസ്ഥിരമായ ഭരണ സംവിധാനം ഉണ്ടാകേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. ആ ആവശ്യത്തെ തിരസ്കരിക്കാത്ത രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സ്വതന്ത്രം വന്ന് ഈ ഭരണം ആർക്ക് എന്നുള്ളൊരു തീരുമാനം ഇന്നുവരെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്വതന്ത്രൻ്റെ തീരുമാനത്തോടുകൂടി ഒരു പഞ്ചായത്ത് ഭരിക്കുന്നതായിട്ട് വന്നേക്കണേ. അപ്പോൾ ഭരണസാരഥ്യത്തിൻ്റെ തേര് തെളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ ഈ ജനങ്ങളോട് എന്തെങ്കിലും പറയാൻ? ജനങ്ങളോട് പറയാനുള്ളത്, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ആ കർത്തവ്യം വളരെ കൃത്യമായും നീതിനിഷ്ഠമായിട്ട് നിർവഹിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ പറഞ്ഞ നെടുമ്പാശ്ശേരി പഞ്ചായത്തിൻ്റെ ഭരണം ആരുടെ കയ്യിൽ എന്ന് പറയുമ്പോൾ അത് കാര്യങ്ങളുടെ തീരുമാനങ്ങൾ 30-ാം തീയതിക്ക് മാത്രം നമുക്കറിയാൻ കഴിയുള്ളൂ. 30-ാം തീയതി അല്ലേ തിരഞ്ഞെടുപ്പ്? 30-ാം തീയതിക്ക്. അപ്പോൾ ഇനിയും സമയമുണ്ട്. എന്തായാലും ഇത്ര എ ഗ്രേഡ് പഞ്ചായത്തിൻ്റെ സാന്നിധ്യം വഹിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ഇതും കൂടി ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത വാർഡിലെ ആളെ നമുക്ക് ക്ഷണിക്കാം.
നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 14-ാം വാർഡിൽ നിന്നും മത്സരിച്ച് ജയിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ആളാണ്. ഇതിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത രാഷ്ട്രീയം ആദ്യമായിട്ട് കാണുന്ന ഒരു വീടൊന്നുമല്ല. എൻ്റെയൊക്കെ ഓർമ്മയിലാണെങ്കിൽ അന്ന് നാരായണപിള്ള എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ പ്രതീകമായിരുന്നു. ആ ഒരു തറവാട്ടിൽ നിന്നും ആ ഒരു വീട്ടിൽ നിന്നും എത്തിക്കുന്ന ആളെന്ന നിലയിലും അതുപോലെ തന്നെ കഴിഞ്ഞ ടൈമിൽ പാറക്കടവ് ബ്ലോക്ക് മെമ്പറായി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് അവിടെ ഈ ഭരണത്തിൽ ഇടപെടുകയും അതോടൊപ്പം തന്നെ ആ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും എന്തെങ്കിലും അവിടെ സ്പെഷ്യലായിട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശം? സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 ഹൗസിംഗ് കോളേജുകളിലാണ് എയർപോർട്ട് ബിസിനസ് അസോസിയേഷൻ, ഇവിടെ 2 ഭാഗത്തും ഒരുപാട് പ്രശ്നങ്ങൾ. അതിൻ്റെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അവർ കയ്യിൽ നിന്നുള്ള ഒരുപാട് ആശയങ്ങൾ ആകെ 5 സെൻറ്റ് 6 സെൻറ്റിലൊക്കെ താമസിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് മാലിന്യനിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. പ്രളയവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഇപ്പോൾ ചെറിയൊരു മഴ പെയ്യാൻ ഒരുപാട് വെള്ളം വരുന്ന അവസ്ഥയാണ്. നല്ല രീതിയിൽ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. അവിടേക്ക് അങ്ങനത്തെ ഒരു ശാസ്ത്രമായ പരിഹാരമാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നീട് വാർഡിൽ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെയുള്ളത് മാളികോൺ ഏരിയയിലാണ്. അത് ഇപ്പോൾ തെങ്ങിയാറ്റത്തോട്ടാണ് പരിപാടിയില്ല. അപ്പോൾ കുട്ടികൾക്കും പാരൻസിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കുട്ടികളെ പരിപാടിയിൽ എത്തിക്കാനായിട്ട്. നോക്കുമ്പോൾ പ്രദേശങ്ങളിലോട്ട് ചുടുകാട് ഭാഗത്ത് അംഗനവാടിയുടെ കാര്യം ആലോചിക്കുന്നുണ്ട്. എല്ലാവരുമായിട്ട് ആലോചിച്ചു അതുമായി പിന്നെ അതുമല്ല 14-ാം വാർഡിലെ ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവരുടെ ഒപ്പം നിന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തായാലും 19 വാർഡുകളിൽ ഭൂരിപക്ഷം വരുന്നതും പെണ്ണുങ്ങളാണ്. ഇത്തവണ ഭൂരിപക്ഷ ആൾക്കാർ അങ്ങനെ വരാനാണ് ചില സിറ്റി തന്നെ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്ന ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ഗ്രാമപഞ്ചായത്തിൻ്റെ 15-ാം വാർഡ് കോട്ടായിക്ക് എതിർവശമുള്ള ഗാന്ധിഗ്രാം തുടങ്ങി ഇങ്ങനെയുള്ള പ്രദേശമാണ്. അവിടെയൊന്നും എന്തായാലും ഒരു കോളനി പോലത്തെ ഉള്ള സ്ഥലങ്ങളില്ല. എല്ലാം തന്നെ ഒരുവിധം കാശുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ പോലും അവിടുത്തെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ഉള്ളൊരു മനസ്സുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം, എന്താണ് പുതിയ പ്രവർത്തന മേഖലകൾ, അല്ലെങ്കിൽ ഏതിലാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്? ആദ്യം തന്നെ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച എൻ്റെ നാട്ടുകാരോടൊന്ന് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ വാർഡിൽ കഴിഞ്ഞ 5 വർഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാവരും പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വീടുകൾ 13 വീടുകൾ കിട്ടിയ വാർഡ് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇനിയും അക്കറായിട്ട് ഒരുപാട് പേരുണ്ട് നമ്മുടെ വാർഡിൽ. അതൊക്കെ തുടർന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ മൂഴിയാറും ഒരു സ്ഥലമുണ്ട് നമ്മുടെ വാർഡിൽ. അവിടെ കുടികളില്ലാതെ വഴിയില്ലാത്ത ഒരു സ്ഥലമാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൻ്റെ സമയത്ത് നമുക്ക് അവിടെ കുടികൾ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങോട്ട് റോഡാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം. ഒരുപാട് ബുദ്ധിമുട്ടായിട്ടാണ് അവരവിടെ താമസിക്കുന്നത്. തുടർച്ചയായിട്ട് വികസന പ്രവർത്തനങ്ങളായിട്ട് തുടർച്ചയായിട്ട് മുന്നോട്ട് വരാൻ എന്തായാലും നല്ലൊരു ടീം തന്നെയാണ്. എല്ലാവരും വളരെ കാര്യമായി തന്നെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. നേരത്തെ തന്നെ ഒരു വാർഡ് മെമ്പർമാരെന്ന നിലയിൽ വന്നു കഴിഞ്ഞ 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് പല കാര്യങ്ങൾ പറയും. അതൊക്കെ വിട്ടിട്ട് ഇത്തരം രീതിയിലുള്ള ഒരു നല്ല തീരുമാനത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാ ആശംസകളും അർപ്പിക്കാം. പഞ്ചായത്തിൻ്റെ 16-ാം വാർഡിൽ നിന്നും 2ാമതും ജയിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞവിടെ 16-ാം വാർഡിൽ തന്നെയാണ് നിന്ന് 2ാമതും ഒരു സ്ഥാനാർത്ഥി ജയിച്ച് ഒരു സ്ഥലത്ത് നിന്ന് വരാ എന്ന് പറഞ്ഞ ലോക്കൽ ബോഡിയിൽ 2ാമത് ജയിക്കുക എന്ന് പറഞ്ഞ അത് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാതെ ഒരിക്കലും ജയിക്കാൻ സാധിക്കുന്നതുണ്ടാവും. അത് ആ ആൾ തന്നെയാണെങ്കിൽ പ്രത്യേകിച്ചും അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ വിലയിരുത്തപ്പെടാറുണ്ട്.
അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് കിട്ടേണ്ടത്, അതിലെല്ലാം വാർഡ് മെമ്പർ ഏതെല്ലാം രീതിയിൽ നമ്മളോട് സഹകരിച്ചില്ലേ എന്നുള്ളതൊക്കെ വളരെയേറെ തെരഞ്ഞെടുപ്പ് സമയത്ത് വിശകലനം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാർ വാർഡ് മെമ്പറുടെ പേര് പറയുമ്പോൾ തന്നെ പറയും, രാഷ്ട്രീയമായിട്ട് എതിരാണെങ്കിൽ അവർ അത് ആരോടും പറയില്ല, വോട്ടിൽ പ്രതിഫലിപ്പിക്കും. ആ സമയം അല്ലാത്ത കാര്യമാണെങ്കിൽ അവർ അതിനെ ഏതെല്ലാം രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പഠിച്ചിരിക്കുന്ന വീട്ടമ്മമാർ നീക്കിപ്പാർക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ഏത് രീതിയിൽ മേക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് എയർപോർട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ വരെ വന്ന അത്താടി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇവരുടെ വീടിൻ്റെ ഏരിയയൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ രീതിയിലുള്ള ഒരു ഇത്, പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും ആദ്യം വർക്ക് കിടന്ന ഒരു സ്ഥലമാണ് വാർഡ് മെമ്പറുടെ വീടിൻ്റെ അടുത്ത്, ഈ മറ്റേ നമ്മുടെ രാജപാതയുടെ. അപ്പൊ ജനങ്ങളിൽ നിന്ന് വല്ല എതിർപ്പോ കാര്യങ്ങളോ വിവരിച്ചോ എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞേ. രണ്ടാം വട്ടവും പിന്നെ എനിക്ക് ഒരു പ്രത്യേകത വെച്ചാൽ രണ്ടാം വട്ടവും വനിതാവാർഡിൽ വന്നു. ആ വനിതാവാർഡിൽ ഏറ്റവും നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. എന്നുവെച്ചാൽ ജനങ്ങളോടൊപ്പം ഈ 5 കൊല്ലവും നിൽക്കാൻ സാധിച്ചതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ രാജപാത വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് വിമർശനം ഏൽക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. എന്നുവെച്ചാൽ ഒരു ഏരിയ തന്നെ എല്ലാവരുടെയും ആ മതിലുകളൊക്കെ പൊളിക്കുകയും അതിനൊപ്പം നമ്മളെ രാജപാത വീട്ടിൽ കൂട്ടുന്നതിന് വേണ്ടി സർവേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളോടൊപ്പം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രാവശ്യം ഇഷ്ടക്കുറവുണ്ടെങ്കിൽ പോലും കുറച്ച് വോട്ടുകൾ പോയെങ്കിൽ പോലും അതിൻ്റെ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തീരുമാനം ജനങ്ങളുടെ ഒപ്പം എന്ന് ആണെന്നുള്ളൊരു അവരുടെ ബോധ്യം വന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു ഭൂരിപക്ഷം കിട്ടിയത് തന്നെ. അത് ഇനിയും നമ്മളുടെ ഈ രാജപാതയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനിയും ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കുമെന്നും, കൂടാതെ എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാർഡിൽ എല്ലാ വാർഡുകളിലും വെള്ളമുണ്ടാകും. പക്ഷേ 16-ാം വാർഡിലെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും വെള്ളമില്ലാത്തൊരു വാർഡും കൂടി എനിക്ക് പറയേണ്ടി വരും. വെച്ചാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ഭരണസമിതിയുള്ള സമയത്താണെങ്കിൽ തന്നെ ആലങ്കടവ് ലിഫ്റ്റ് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊങ്ങോത്ര ചാപ്പലിൻ്റെ ഭാഗത്ത് വെള്ളം എത്താത്തതുകൊണ്ട് അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കൂടാതെ ആനപ്പാറ ലിഫ്റ്റ് ഇറിഗേഷനിലാണെങ്കിലും വെള്ളം കൃത്യമായിട്ട് നമുക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഫണ്ടുകൾ അതിനെ ചെലവഴിച്ചെങ്കിലും കാര്യക്ഷമമായി അതിൻ്റെ ആ ഒരു ഫണ്ട് കിട്ടിയതിൻ്റെ ഭാഗമായി നമുക്കത് കൃത്യമായി നമുക്കതിൻ്റെ ഒരു വിചാരിച്ച പോലെ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ആദ്യമായി ഈ പ്രാവശ്യം ഭരണസമിതി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡിലേക്ക് ജനങ്ങൾക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ തീർപ്പാക്കും. കൂടാതെ നമുക്കറിയാം എൻ്റെ വാർഡിൽ 2 കോളനികൾ ഉണ്ട് എങ്കിൽ പോലും ആ കോളനികളിലേക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷം മാക്സിമം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും അവർക്ക് നടപ്പാത റോഡില്ലാത്ത ഈ പറഞ്ഞ പ്രളയം ഒട്ടും ബാധിക്കാത്ത ഒരു വാർഡ് എന്ന് തന്നെ പറയാം 16-ാം വാർഡ്. അപ്പോൾ ആ 16-ാം വാർഡിൽ ഇപ്പോഴും 1-2 സ്ഥലങ്ങളിലേക്ക് തീരെ അവർക്ക് മഴ പെയ്താൽ കടന്നു വരാനോ ഒന്നും പറ്റാത്ത ഏരിയയിലേക്ക് അവർക്ക് റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഫണ്ട് ചിലവഴിക്കും. എങ്കിലും നമ്മളുടെ എന്താ പറയുക എല്ലാ വകുപ്പുകളെ ബന്ധപ്പെടുത്തിയും ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. കൂടാതെ നമുക്കറിയാം നമ്മുടെ ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്കറിയാം നമ്മുടെ വാർഡുകളിൽ എല്ലാ ആശമാരും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നു. കൃത്യമായിട്ട് വേണ്ടുന്ന ഈ പ്രഷർ ഷുഗറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അതുപോലെ നമ്മുടെ ഹെൽത്ത് സെൻ്ററിലാണെങ്കിൽ തന്നെ ആ ഒരു നോക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വയോജനങ്ങളുടെ ദിവസങ്ങളിൽ മാത്രമേ അവർക്ക് ബാധിക്കുള്ളൂ. അപ്പം നമ്മുടെ എപ്പോഴാണ് നമ്മളുടെ ആ പാലിയേറ്റീവും അതുപോലെ നമ്മുടെ ഈ വയോജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ട് തന്നെ ഊർജ്ജമായി ചെയ്യാനും എന്നുകൂടി ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ പ്രാവശ്യത്തെ ഈ ഒരു ഭരണസമിതിയിലൊപ്പം എല്ലാവരെയും ജാതിഭേദമന്യേ എല്ലാവരോടും ഒപ്പം ചേർന്ന് നിന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നല്ലൊരു എന്തായാലും 10 കൊല്ലത്തെ പാരമ്പര്യമുള്ള ആൾക്ക് ഈ രീതിയിൽ തന്നെ ഇതിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അടുത്ത നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 5 പ്രാവശ്യം വാർഡ് മെമ്പറായി ജയിച്ചിട്ടുള്ള ആളാണ് PY വർഗീസ്. പ്രസിഡന്റ് എന്ന നിലയിൽ 2 ടൈം ഈ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ കൊണ്ടു നടന്നിട്ടുണ്ട്. ഇവിടെയൊക്കെയുള്ളൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കണ്ടേക്കണേ എല്ലാ വാർഡ് മെമ്പർമാരെയും ഒരേ മോഡലിൽ കണ്ട് രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് ഒരു ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അധികാര സ്ഥാനങ്ങളിൽ മാത്രം കണ്ണു നട്ട് ഇരിക്കുന്ന ഒരാളല്ല എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. ഇതും ആ വാർഡ് മെമ്പർ എതിർ പാർട്ടിയിലുള്ള ആളായിരുന്നാൽ പോലും അവിടെ ചെന്ന് ആ റോഡിൻ്റെ ഉദ്ഘാടനമായാലും അല്ലെങ്കിൽ എന്ത് പരിപാടിയായാലും സന്നിധനായിക്കൊണ്ടിരുന്ന ഒരു പ്രസിഡന്റ് കൂടിയായിരുന്നു. ഈ തവണ ഭൂരിപക്ഷം ആർക്കുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഒരു മാധ്യമത്തിൻ്റെ ഒരു ലെവൽ എന്ന രീതിയിൽ തന്നെ എനിക്ക് ചോദിക്കാൻ സാധിക്കുള്ളൂ, ഏത് രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിൽ താങ്കൾ നോക്കി കാണുന്നത്? അതിനു മുമ്പ് ആദ്യം പറയാനുള്ളത്
ഈ ചാനലിൻ്റെ മുമ്പിൽ പറയുമ്പോൾ ഒരു കാര്യം ആദ്യം സൂചിപ്പിക്കാൻ, ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ ആശയപരമായിട്ടുള്ള പോരാട്ടം, ഞങ്ങൾ വ്യക്തിപരമായിട്ട് യാതൊരു എതിർപ്പായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടും, ഒരു കൂട്ടർ ജയിപ്പിക്കാൻ ഒരു കൂട്ടർ തോൽപ്പിക്കാൻ നോക്കും, സ്വാഭാവികമാണ്. അത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോൾ ജയിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ഈ 19 പേര് ജയിച്ചു കഴിഞ്ഞു. ഇനി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ നല്ല ഒരു ഭരണം നടക്കണം, പഞ്ചായത്തിന് കിട്ടുന്ന ലഭ്യമാകുന്ന തുക അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം, അത് സുതാര്യമായിട്ട് ഉപയോഗിക്കണം. ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ ഉപരി ജനങ്ങൾ മൊത്തത്തിൽ, ഇപ്പം ഞാൻ ഈ വാർഡിൽ നിന്ന് ജയിച്ചുവെങ്കിൽ പല വാർഡിലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഏറ്റവും ചില ആഗ്രഹം മാലിന്യമില്ലാതിരിക്കണം, ശുചിത്വമായ ഉപയോഗിക്കണം. ഇതാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ. അത് വെച്ച് പറയുമ്പോൾ മൊത്തത്തിൽ അതാണ് ജനങ്ങളുടെ ഒരു ആഗ്രഹം. ഇനിയിപ്പോൾ 19 പേര് ജയിച്ചു വന്നു, പഞ്ചായത്തിൽ നമ്മൾ ഭരണസമിതി ഉണ്ടാവും, പ്രതിപക്ഷം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ നല്ല കാര്യങ്ങൾക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. തെറ്റായ കാര്യങ്ങൾ ഏതെങ്കിലും തീരുമാനം വന്നാൽ പ്രതിപക്ഷത്തിൻ്റെ കടമ തിരിക്കാൻ നോക്കണം, ശരിയായ ദിശയിലേക്ക് പോവുക. അങ്ങനെ എല്ലാവരും കൂടി യോജിച്ചു പോയാൽ നെടുമ്പാശ്ശേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്തനുസരിച്ചുള്ള ഒരു ഭരണം ഇവിടെ ഉണ്ടാവും. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വികസനം നടക്കും. അതിനേക്കാൾ ഉപരി എനിക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ എയർപോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അത്താണിയാണ് ഒരു ടൗൺഷിപ്പിലേക്ക് വന്നത്. ഏറ്റവും കൂടുതൽ മാലിന്യമുള്ള മാർക്കറ്റ്, വലിയ വലിയ ഹോട്ടലുകൾ, ബാറുകൾ, അതുപോലെ തന്നെ ചായക്കടകൾ, നിരവധി സ്ഥാപനങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപനങ്ങൾ വരുമ്പോൾ മാലിന്യം കൊണ്ടുവരും. ഈ മാലിന്യം മുഴുവൻ 17-ാം വാർഡ് കൂടിയാണ് ഇരുമപ്പിടിത്തോട് വരും. അതൊരു വിവാദമായ പ്രശ്നമാണ്. അതിനൊരു ശാശ്വതമായ പരിഹാരമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് ഒരു വാർഡിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ പല വിദഗ്ധന്മാരും പറഞ്ഞത് ആ മാലിന്യം വരുന്ന എല്ലാം കൂടി ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി, ഒരു എളുപ്പമുള്ള കാര്യമല്ല, ഒരു സ്ഥലം ഒടുവിൽ കണ്ടെത്തി അവിടെ നല്ലൊരു സീവേജ് പ്ലാന്റ്, ഈ ഒഴുകി വരുന്ന മാലിന്യം സംസ്കരിച്ച് പുറത്തേക്ക് വിടാനായിട്ടുള്ള ഒരു സൗകര്യമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് വലിയൊരു റിസ്ക്കുള്ള പരിപാടിയാണ്. സ്ഥലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഗ്രാന്റ് കിട്ടും. ഒരു സംശയം, ഇടതുപക്ഷ സർക്കാരായാലും UDF സർക്കാരായാലും ഏത് സർക്കാരായാലും മാലിന്യത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്ന ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഒരു സീവേജ് പ്ലാന്റ് വന്നാലാണ് അത്താണിയിലെ ഈ വേസ്റ്റ് വെള്ളത്തിന് ഒരു പരിഹാരമാകാൻ കണ്ടെത്താൻ കഴിയുന്നത്. ഇതാണ് എനിക്ക് അതിനെ സൂചിപ്പിക്കാൻ, അതിനൊരു പരിഹാരം. ഇതാണ് ഏറ്റവും കൂടുതൽ പറയാനായിട്ട്. തികച്ചും വ്യത്യസ്തമായിട്ട് മെമ്പർ ചെയ്തൊരു കാര്യമാണ്, അതിനെപ്പറ്റി ഒന്ന് പറയാം. തീർച്ചയായിട്ടും ആദ്യമേ തന്നെ ഞാൻ 18-ാം വാർഡിലെ ജനങ്ങളോട് നന്ദി പറയുന്നു, വീണ്ടും എന്നെ വിജയിപ്പിച്ചതിന്. നമുക്ക് കഴിഞ്ഞ ഭരണസമിതിയിൽ വളരെയേറെ പ്രവർത്തനങ്ങൾ എനിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതിലെ ഏറ്റവും നിർണായകമായ പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അംഗൻവാടിയാണ്. ഏകദേശം 35 വർഷത്തോളം നമുക്ക് 18-ാം വാർഡിൽ സ്വന്തമായി അംഗൻവാടി, 122-ാം നമ്പർ അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടമില്ലായിരുന്നു. നമ്മുടെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ശ്രീമതി സംഗീത സുരേന്ദ്രൻ്റെയും അതോടൊപ്പം തന്നെ ജോൺ ഫെർണാണ്ടസ് MLA-യുടെയും സഹായത്തോടു കൂടി നമുക്ക് 4 സെൻറ്റ് സ്ഥലവും അതിലൊരു പുതിയ അംഗൻവാടിയും തുടങ്ങുവാൻ നമുക്ക് സാധിച്ചു. അത് എനിക്ക് വളരെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അത്. അതോടൊപ്പം തന്നെ ഇനിയും നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. നമ്മുടെ 18-ാം വാർഡിലെ പോപ്പുലേഷൻ അനുസരിച്ച് നമുക്ക് ഒരു അംഗൻവാടിക്ക് കൂടി സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ മാർദഹന പള്ളിയുടെ ഭാഗത്ത് സ്ഥലം കിട്ടുകയാണെങ്കിൽ ഒരു അംഗൻവാടി കൂടി നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മുടെ വാർഡിലൊരു ക്ലബ്ബില്ല ചെറുപ്പക്കാർക്ക്. വായന ശീലം കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ നല്ലൊരു ക്ലബ്ബ് കൂടി പണിയണം. അതോടൊപ്പം തന്നെ ഇനിയും വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ വാർഡിൽ നടത്താനുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെ വിവിധ റോഡുകൾ ചെയ്യുവാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമുക്കിനി വീണ്ടും വീണ്ടും ചെയ്യുവാനുണ്ട്. അത് ഈ 5 വർഷം പരമാവധി ഞാൻ വിനിയോഗിക്കും. ഓക്കെ, താങ്ക് യു. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 19-ാം വാർഡ്, അതിന് രാഷ്ട്രീയമായിട്ട് വലിയ വിലയുള്ളൊരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പിനെ കാണുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്ഥലം 25 കൊല്ലമായിട്ട് LDF ആണ് അവിടെ ജയിക്കുന്നത്. ഇത്തവണ ആ സീറ്റ് എടുത്തിട്ട് വന്നിട്ടുള്ള ഒരു മെമ്പറാണ് 19-ാം വാർഡിലെ. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യമായിട്ടാണ് വന്നേക്കണേ. ഇതിലേറ്റവും പ്രായം കുറഞ്ഞ ആളായിരിക്കും എന്ന് ചോദിച്ചാൽ അപ്പോൾ ആ സ്ഥാനം പോയി. എന്തുകൊണ്ട്
ചോദിച്ചോട്ടെ, ഇവരുടെ എല്ലാവരുടെയും രണ്ടാൾക്കും മറ്റുള്ള സീനിയർ മെമ്പർമാരുടെ ഒരു കരുണയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് വാർഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ളോ, അല്ലെങ്കിൽ എന്താണ് തെരഞ്ഞെടുപ്പിനെ പറ്റി? തീർച്ചയായിട്ടും വളരെ അവിചാരിതമായിട്ടാണ് എനിക്ക് ഈ പോസ്റ്റിൽ എത്താൻ സാധിച്ചത്. അതിന് ആദ്യം ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ 19ാം വാർഡ് എന്ന് പറയുന്ന ഒരു ഒറ്റ കുടുംബമാണ്. ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണോ നമുക്ക് ആ വാർഡിൽ ചെയ്യാൻ സാധിക്കുന്നത്, തീർച്ചയായിട്ടും അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീടുകളിലേക്കും ചെന്നപ്പോൾ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പിന്തുണ, ഒത്തിരി സഹകരണം, അതോടൊപ്പം തന്നെ പ്രാർത്ഥന, അനുഗ്രഹം, ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഈശ്വരൻ എനിക്ക് ഈ ഒരു സ്ഥാനം തന്നത്. അതിനെല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ വാർഡിലെ 19ാം വാർഡ് മാത്രം ഒത്തിരി പേര് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തവരുണ്ട്. എല്ലാവരോടുള്ള നന്ദി ഞാൻ ഈ തരുണത്തിൽ പറയുന്നു. വളരെ സന്തോഷം. ആളുകളവിടെ പറഞ്ഞു കേൾക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വഴി തന്നെ തെരഞ്ഞെടുപ്പിന് അന്ന് നടന്ന അതേ മോഡലിൽ തന്നെ പിറ്റേ ദിവസം തുടങ്ങി ഈ വീടുകളെല്ലാം രണ്ടാമത് കയറി എന്നുള്ളതാണ് പറയുന്നത്. മറ്റുള്ള വാർഡ് മെമ്പർമാരാണ് കയറിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഈ പുതിയ ആളുകളെല്ലാവരും ഇതൊരു പുതിയ ട്രെൻഡാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്തതായിട്ട് എന്റെ സഹപ്രവർത്തകർ ചെയ്തതായിട്ട് ഞാൻ അദ്ദേഹത്തെ ചോദിക്കുന്ന ശരിയല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചത്. ഏതായാലും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഹാളിൽ നിന്നും ക്യാമറ കൈകാര്യം ചെയ്യുന്ന മനു, വിജിൽ, സഹപ്രവർത്തകയായിട്ടുള്ള ശ്രീജ, ബൈജു, ക്യാമറമാൻ വിജിലിനൊപ്പം ബൈജു പറമ്പൂർ.